ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ രാവിലെ വയലിലേക്ക് പോവാണ്. വയലിൽ അക്കുവിൻ്റെ അപ്പൂപ്പനും പിന്നെ 2 ജോലിക്ക് അപ്പൂപ്പന്മാരും കൂടി നിൽപ്പുണ്ട്. 2 അപ്പൂപ്പന്മാരും കൂടി ഉണ്ട്. അപ്പോൾ അവർക്കുള്ള കാപ്പിയായിട്ടാണ് പോകുന്നത്. രാവിലെ 9 മണിയൊക്കെ ആയി. പക്ഷെ ഭയങ്കര വെയിലാണ്. വെയിലിൻ്റെ ചൂട് ഭയങ്കരമായിട്ട് കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അതുകൊണ്ട് അക്കുവിന് തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഞാനും അമ്മയുണ്ട് കൂടെ, പിന്നെ നമ്മുടെ അക്കുവുണ്ട്. അപ്പം നമ്മൾ വയലിലോട്ട് എത്താറായി വരുന്നുണ്ട്. ഇവിടെ നേരത്തെ റബ്ബറായിരുന്നു വെച്ചിരുന്നത്. ഇപ്പോൾ റബ്ബറൊക്കെ മുറിച്ചത് കാരണം കാടും അതുപോലെ തന്നെ വെയിലടിക്കുമ്പോൾ ഭയങ്കര ചൂടുമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ നടക്കുന്ന ആ വഴി മാത്രമേ ഉള്ളൂ കേട്ടോ കാടില്ലാതിരിക്കുന്നത്. ബാക്കിയെല്ലാം പോച്ച് കയറി നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വയലിലെത്താറായി. ആ തെളിഞ്ഞു കിടക്കുന്ന ആ ഭാഗമാണ് ഇപ്പോൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. അവിടെയാണ് ഇനി അടുത്ത കൃഷി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പാട്ടത്തിനെടുത്ത സ്ഥലമായതുകൊണ്ട് കൃഷി ചെയ്യുന്നത് ഈ അപ്പൂപ്പനും ദാണ്ട് ഈ കാണുന്ന അപ്പൂപ്പനുമാണ് ഇപ്പോൾ ജോലിക്കിരിക്കുന്നത്. അപ്പം നമ്മുടെ അപ്പൂൻ്റെ അപ്പൂപ്പനാണെങ്കിൽ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ഇല വെട്ടാൻ പോയേക്കാണ്. ഇവിടെയാണ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ കപ്പയായിരുന്നു. അപ്പോൾ ഒരു പന്നിയുള്ളത് കാരണം കപ്പയൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഇനി കപ്പ പന്നിക്ക് കൊടുക്കുന്നില്ല എന്ന് കരുതി ഇവിടെ ഇനി അടുത്തത് വെറ്റിയിടാനാണ് അച്ഛൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇവിടെ വന്ന പാടെ അക്കു ഇറങ്ങിയിട്ടുണ്ട്. അക്കു ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് മണ്ണിലൊന്നും അധികം കളിക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ്. അതുപോലെ വെള്ളവും മണ്ണും ഒക്കെ കണ്ടപ്പം ഇളകി കിടക്കുന്ന മണ്ണൊക്കെ കണ്ടപ്പോൾ അക്കുവിന് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഞാൻ വിട്ടില്ല, കൈ പിടിച്ചിരുന്നു. കാരണം വെള്ളത്തിൽ അങ്ങനെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാലോ എന്ന് വിചാരിച്ച്. അക്കുവാണെങ്കിൽ ഇറങ്ങുകയും ചെയ്യും. വെള്ളവും മണ്ണും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അതിലൂടെ നനഞ്ഞ മണ്ണും കൂടി ആയതുകൊണ്ട് അക്കുവിൻ്റെ ചെരുപ്പിനടി ഫുള്ളും മണ്ണ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അക്കുവിന് നടക്കാൻ ഇപ്പം പറ്റുന്നില്ല, ഭയങ്കര വെയിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന്, വെയിലിൻ്റെ ചൂടായതുകൊണ്ട് അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല. കാരണം മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തണലും ഇല്ല. ഇതാണ് ഇപ്പോൾ വൃത്തിയാക്കുന്ന സ്ഥലം. ഏകദേശം കഴിയാറായി കേട്ടോ. ഈ മേലിൽ കാണുന്ന വെറ്റിയാണെങ്കിലും നമ്മുടെ അച്ഛൻ തന്നെ കൃഷി ചെയ്യുന്ന വെറ്റിയാണ്. അതുപോലെ തന്നെ തൊട്ട് താഴെയും കുറച്ച് പയറും വെറ്റയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ അക്കുവിൻ്റെ ചെരുപ്പൊക്കെ ഊരി എടുത്തിട്ട് നേരെ അക്കുവിനെ എടുത്തുകൊണ്ട് തന്നെ പോകണം. ചെരുപ്പിൻ്റെ വെയിറ്റും കൂടി അല്ലെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് അടക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ അക്കുവിനെ നേരെ എടുത്തു. ഇനി നമ്മൾ പോവുകയാണ്. അധികം നേരം നിൽക്കുന്നില്ല. വെയിൽ ഭയങ്കരമായിട്ട് കൂടുന്നു. 2 ദിവസം മുമ്പ് അക്കുവിന് നല്ല പനിയുമായിരുന്നു കേട്ടോ. അപ്പം വെറുതെ വെയിൽ കൊള്ളിക്കണ്ടെന്ന് കരുതി അക്കുവിന് കയറി വരാൻ താല്പര്യമില്ലായിരുന്നു. ഇതാണ് ഞാൻ പറയുന്നത് പയറും വെറ്റിയൊക്കെ ഇട്ടേക്കുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ തിരിച്ച് വന്നപ്പോൾ ഒരു തോട് കണ്ടു. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടതാണ്. എന്നാലും നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അതിൽ ഇറങ്ങിയില്ല. തിരിച്ച് വന്നപ്പോൾ നമ്മൾ അക്കുവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിൽ ചെറിയ മീനുകളൊക്കെ കിടപ്പുണ്ടായിരുന്നു. മാനത്തേണിയും പരലും ഒക്കെ, അതൊക്കെ അക്കു കണ്ടു. ക്യാമറയിൽ വെച്ച് അത് അത്ര കാണാൻ പറ്റുന്നില്ല. വെയിലിൻ്റെ ആ ഒരു ഇതും കൂടി കണ്ട് കാണുന്നില്ല എന്ന് തോന്നുന്നു. അപ്പം നമ്മൾ വന്ന വഴിയെ തന്നെ തിരിച്ച് കയറിപ്പോവാണ്. വെയിൽ കുറച്ചുകൂടി ആയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ റോഡിലോട്ട് ഇറങ്ങുക. നമ്മൾ നേരെ വീട്ടിൽ പോവുക. അതാണ് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. വയലിലോട്ട് നടന്ന് തന്നെയാണ് നമ്മൾ വന്നതും. അപ്പോൾ നിങ്ങളത് കണ്ടു കാണുമല്ലോ. കണ്ടോ വെയിലിൻ്റെ ചൂട് കണ്ടോ? ഈ വെയിലത്താണ് അവർ നിന്നും ജോലി ചെയ്യുന്നത്. കൃഷി ചെയ്യുന്നവരെ ഒരുപാട് സമ്മതിക്കണം. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.